ലോകത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തുന്ന BYD തന്നെയാണ്. അപ്പോൾ BYD തന്നെ ഒന്ന് പൊട്ടിക്കാന്ന് പറയുന്ന ലേശം പ്രയാസം തന്നെയാണ്. ഓക്കെ, ടെസ്ല വരെ ഇവരുടെ ബാറ്ററി ആദ്യം യൂസ് ചെയ്തത് അല്ലേ? BYD വണ്ടികൾ യൂസ്ഡ് കാറിൽ അങ്ങനെ വന്നിട്ടില്ല. ഒരുപാട് എൻക്വയറി നമുക്ക് ഉണ്ടാവുന്നതാണ്. ഫസ്റ്റിലാണ് ഞാൻ എടുക്കുന്നത്, എനിക്ക് കൂടുതൽ കണ്ടിട്ടില്ലേ. BMW 520D ആണ് അല്ലേ? എങ്ങനെ ഡീറ്റെയിൽ? 2013 മോഡൽ 14 രജിസ്ട്രേഷൻ, സെക്കൻഡ് ഓണർ. ഒരു ഹൈലൈറ്റ് വരുന്നത് കിലോമീറ്റർ വെറും 35,000 ഓടിയിട്ടുള്ളൂ എന്നുള്ളതാണ്. അത് ഫുൾ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി. MG Aster 2022 മോഡൽ 23 രജിസ്ട്രേഷനിലെ സിംഗിൾ ഓണർ, വെറും 6000 കിലോമീറ്റർ ഓടിയ ZS. ആസ്റ്ററിന്റെ ZS അത് വെറും 6000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്രേ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വാഹനമാണ്, 2022 വണ്ടി. എന്താ പറയാ, MG പോലും ചിലപ്പോൾ ഉണ്ടാവില്ല. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഷമീസ് കാസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഷമീർ കാ നമ്മുടെ കൂടെ ഉണ്ട്. ഒരു അടിപൊളിയായിട്ടുണ്ട്, നമ്മൾ ഇതുവരെ കാണിക്കാത്തൊരു BYD-യുടെ EV ഇവിടെ കിടക്കുന്നുണ്ട്. അതൊരു ലോ കിലോമീറ്റർ EV അല്ലേ? ഓക്കെ, ഷമീർക്ക് മുന്നേ കാണിച്ചിട്ടുണ്ട് EV? ഇല്ല, നമ്മൾ ഫസ്റ്റിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഷോറൂമിൽ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ മാങ്കാവ് തിരുവണ്ണൂർ ഭാരത് പമ്പുണ്ട്, അതിൻ്റെ തൊട്ട് ചേർന്നിട്ടാണ് ഷമീസ് കാസ് ലൊക്കേഷൻ. ആദ്യമേ പറഞ്ഞുതരാം. കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ കഴിഞ്ഞ വീഡിയോനെ പറ്റിയാണ് ചോദിക്കാൻ പോകുന്നത്. ഏകദേശം ഇപ്പോൾ ഒരു ഒരാഴ്ച 2 ആഴ്ച ആയിട്ടേ ഉള്ളൂ നമ്മൾ ചെയ്തിട്ട് അല്ലേ? റമദാൻ്റെ അതെല്ലാം ചെയ്ത് ആ ഒരു ടൈമിലാണ് ചെയ്തത്. അപ്പോൾ അതിൽ ഒരുപാട് കമൻസ് കണ്ടു. നമ്മളന്ന് ഓഫറെന്നും പറഞ്ഞിട്ട് ഇട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ ഒരുപാട് കമൻസ് എന്ന് വെച്ചാൽ ഷമീർക്ക് ഇത് വില കൂടുതലാണല്ലോ, എന്തായത് ഇങ്ങനെ ഓഫറെന്നും പറഞ്ഞിട്ടിട്ട്. അപ്പോൾ എന്താ അതിനെപ്പറ്റി എന്താ പറയുന്നത്? അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് കസ്റ്റമറുടെ ഭാഗത്ത് നിന്ന് നല്ല റെസ്പോൺസാണ് റമദാൻ ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇതിൽ കമൻറ്റ് ഒരുപാട് വില കൂടുതലുള്ള പോലെ കമൻറ്റ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം വണ്ടികൾ അത് കണ്ടിട്ട് ഒരുപാട് പേരോട് വന്നു. കമൻറ്റ് കണ്ടപ്പോൾ എന്ത് തോന്നി? സങ്കടം വന്നു? അതിൽ ഞാൻ പറയണല്ലോ, ആൾക്കാർ സങ്കടം തോന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആണ് വന്നിരുന്നത് കമൻറ്റ് കണ്ടപ്പോൾ. അതിലൊരു വണ്ടി പോലും ഇങ്ങനെ പോകില്ല, അവിടെ തന്നെ കടന്നുറങ്ങുന്നൊക്കെ രീതിയിലുള്ള കമൻറ്റ് കണ്ടപ്പോൾ അത് ഇനി ആളുകൾക്ക് അത്രയും ഫീൽ ചെയ്തിട്ടുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അത് കഴിഞ്ഞ് കസ്റ്റമർ വന്നു. ഈ ചുരുങ്ങിയ സമയത്തിനടുക്ക് നമുക്ക് 25-ലധികം കാറുകൾ വിൽക്കാൻ പറ്റി. 25 അത് കാരണം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ ഓഫർ അതിനുശേഷം നമ്മളെ കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞു വിഷു വരാണ്, ഈസ്റ്റർ വരാണ്, അതിനൊന്നും ഓഫറില്ലെന്ന് ചോദിക്കും. അതിനാൽ നമ്മൾ ഈ പുതിയ പോളിസീൻ്റെ ഭാഗമായിട്ടായിരുന്നു പുതിയ സ്റ്റോക്ക് സിസ്റ്റം ലൈസൻസ് വന്നല്ലോ, അതിനായിരുന്നു നമ്മൾ ഓഫർ ഇട്ടിരുന്ന സത്യത്തിൽ. അതിൻ്റെ ഓഫർ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ ഏപ്രിൽ 13 വരെ ആക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവാലയം കൊണ്ട് ഇന്നും നമുക്ക് 3 ഡെലിവറി ഇന്നും കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതെ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നുകിൽ ആളുകൾ അറിയാനായിട്ട്, അല്ലെങ്കിൽ അത് കമൻ്റ് ഇടുന്ന ആൾക്കാർ വണ്ടി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരായിരിക്കില്ല. അവർ മാർക്കറ്റ് അറിയാത്തതുകൊണ്ടൊന്നായിരിക്കും. എത്രയും ആളുകൾ നമ്മുടെ അടുത്ത് വാഹനം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ, ഹാപ്പിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ വിലപ്പാകം ഉണ്ടാവാതിരിക്കില്ലല്ലോ. എന്തായാലും അതായത് നല്ല റെസ്പോൺസ് നമുക്ക് ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ നോമ്പ് അവസാന സമയത്ത് സ്റ്റാഫ് ഓവർ ടൈം വരെ കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടെ സ്റ്റാഫ് തന്നിരുന്നത്. ഡെലിവറിയൊക്കെ ലേറ്റ് ആയിട്ട് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നത്. എന്തായാലും നല്ല കാറുകൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ഷമീസ് കാസ്. വില പ്രൈസിങ്ങിനെ ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ കമ്പയർ ചെയ്യുക. നമ്മുടെ പ്രൈസ് കമ്പയർ ചെയ്തിട്ട് ഞാൻ വളരെ നാരോ മാർജിൻ എടുത്തിട്ടാണ് വണ്ടികൾ വിൽക്കുന്നത്. എൻ്റെ ഒരു പോളിസി എന്താണെന്ന് വെച്ചാൽ അപാകതയുള്ള വണ്ടി എൻ്റെ അടുത്തുണ്ടാവില്ല. ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാന്യമായ വിലക്കാണ് ഞാൻ വിൽക്കുന്നത്. എൻ്റെ അടുത്ത് വലിയ വിലക്കുറവ് എങ്ങനെയൊന്നും രീതിയിൽ ഞാൻ പറയുന്നില്ല. മാന്യമായ വിലക്ക് നല്ല ക്വാളിറ്റി കാറുകൾ, ഒറിജിനൽ കേരള വണ്ടികൾ, അതർ സ്റ്റേറ്റ് റിയോ അപാകത വണ്ടി എൻ്റെ അടുത്തില്ല. ഞാൻ അങ്ങനെ കൂടുതൽ പറഞ്ഞിട്ട് ഇനി ആളുകൾ ആ രീതിയിൽ പറയണ്ട. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ സ്റ്റോക്കിലെല്ലാം ഉണ്ടോ? ഒരുപാട് നമുക്കൊരു 10-16 വണ്ടികൾ കാണിക്കാം, ഒരുപാടൊക്കെ. എന്തായാലും വീഡിയോയിലോട്ട് പോവാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാം. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ഇതിൽ തന്നെ തുടങ്ങാം, കാരണം ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഇന്നത്തെ. BYD-യുടെ ആറ്റോ 3 ആണ്, KL 11 രജിസ്ട്രേഷനാണ്, കോഴിക്കോട് രജിസ്ട്രേഷൻ വരുന്ന വാഹനം. എന്നാൽ ഇന്ത്യയിൽ എനിക്കൊന്ന് ഭാവിയിൽ ടെസ്ല വരാൻ പോകുന്നത് കേൾക്കുന്നുണ്ട്. എന്നാൽ കൂടെ ഇതിനെ ബീറ്റ് ചെയ്യണ കുറച്ച് പണി. ലോകത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തുന്ന BYD തന്നെയാണ്. അപ്പോൾ BYD തന്നെ ഒന്ന് പൊട്ടിക്കാന്ന് പറയുന്ന ലേശം പ്രയാസം തന്നെയാണ്. ഓക്കെ, ടെസ്ല വരെ ഇവരുടെ ബാറ്ററി ആദ്യം യൂസ് ചെയ്തത് അല്ലേ? BYD വണ്ടികൾ യൂസ്ഡ് കാറിൽ അങ്ങനെ വന്നിട്ടില്ല. ഒരുപാട് എൻക്വയറി നമുക്ക് ഉണ്ടാവുന്നതാണ്. ഫസ്റ്റിലാണ് ഞാൻ എടുക്കുന്നത്, എനിക്ക് കൂടുതൽ കണ്ടിട്ടില്ലേ. ഞാനും ഇതിന്റെ വേറൊരു മോഡൽ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, യൂസർ റിവ്യൂ. പക്ഷേ യൂസ്ഡ് കാറിൽ ആദ്യമായിട്ടാണ് കാണിക്കുന്നത്. എങ്ങനെയാണ് ഡീൽ ചെയ്ത്? 2023 മോഡല്, BYD ആറ്റോ 3 എന്ന വേരിയന്റ്. അതിലേറ്റവും ടോപ്പ് എൻഡ് സുപ്പീരിയർ എന്ന വേരിയന്റ് ആണ്. കിലോമീറ്റർ 11,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 23 മോഡൽ, വെറും 11,000 കിലോമീറ്റർ ഓടി. ഇതിന്റെ വാറണ്ടി അപ്പോൾ എത്ര വരെ? ഇതിന്റെ വാറണ്ടി 8 വർഷം, കിലോമീറ്റർ 1,50,000 അറൗണ്ട് ആണ്. 1,50,000 കിലോമീറ്റർ അല്ലെങ്കിൽ 8 വർഷം, അതാണ് വാറണ്ടി പീരീഡ് വരുന്നത്.
11,000 നിലവിൽ ഓടിയിട്ടുള്ളൂ. എന്താ പറയുക, സർവീസൊക്കെ ഒന്നും ഉണ്ടാവില്ല. സാധാ എന്താ പറയണ്ടേ, ചെറിയ എന്തെങ്കിലും പ്രോഗ്രാമിങ്ങോ എന്തെങ്കിലും കാര്യങ്ങളെ ഉണ്ടാവും അല്ലേ, വേറെ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇതിപ്പോൾ എത്ര നമുക്ക്? അത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് പുതിയ വണ്ടിക്ക് ഇതിന് 39,20,000 ടോപ്പിന്റെ. ബേസ് മോഡൽ വന്നിട്ട് 30 ലക്ഷത്തിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 29,90 ബേസ് മോഡലിന് 30 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ സുപ്പീരിയർ എന്ന് പറയുന്നത് അതിൽ പിന്നെ എല്ലാം നെറ്റ് റേറ്റ് വന്ന് 29,20,000 ഈ മോഡലിൽ വരുന്നത് കേട്ടോ. അപ്പൊ ഇതിനിപ്പോ എത്രയാണ് ചോദിക്കുന്നത്? നമ്മൾ 30,75,000 രൂപ. 30,75 ഏകദേശം 9 ലക്ഷം രൂപയുടെ മാറ്റം വന്നു കഴിഞ്ഞു. 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മാറ്റം വന്നു കഴിഞ്ഞു, ഒറ്റയടിക്ക് മാറ്റം വന്നു കഴിഞ്ഞു. അപ്പോൾ 30 ലക്ഷം നമുക്ക് ലോണും കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട്. ഫുൾ ചാർജിൽ എത്ര കിട്ടുന്നുണ്ട് ഇത്? 400 കിലോമീറ്റർ ആണ് റേഞ്ച് പറയുന്നത്. 400. ഓക്കെ, ഇതിന് യൂസ് ചെയ്ത ആള് പറഞ്ഞ കിലോമീറ്റർ തന്നെ അറൗണ്ട് അത്ര തന്നെ കിട്ടുന്നുണ്ട്. അടുത്തായിട്ട് കിട്ടുന്നുണ്ട്, മാക്സിമം കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ ഇന്ത്യൻ ബ്രാൻഡിലൊന്നും അത്ര കിട്ടുന്നില്ല എന്ന് തോന്നുന്നില്ല. അവകാശപ്പെടുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. ലോൺ കിട്ടും ഇതിന്? 30 ലക്ഷം വരെ നമുക്ക് ലോൺ എടുക്കാം. ഓ, ഏകദേശം ഫുൾ ലോണിൻ്റെ അടുത്ത് തന്നെ കിട്ടും. ഓക്കെ, അടുത്ത വണ്ടി കിട്ടും. ഒരേ സാധനം തന്നെ 2 കമ്പനിയുടെ ഇവിടെ ലഭ്യമായിട്ടുണ്ട്. അതെ, 2 കളറുമാണ്, ഓപ്പോസിറ്റ് കളർ എന്ന് പറയാം. ആദ്യം ടൊയോട്ടയുടെ ഹൈറൈഡർ നോക്കാം. KL18 രജിസ്ട്രേഷൻ ആണ്, വടകര വണ്ടി, കോഴിക്കോട് ജില്ല. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2023 ഹൈറൈഡറിന്റെ ടോപ്പിന്റെ വേരിയന്റ് വി ഫുള്ളി ഹൈബ്രിഡ്. 23 അല്ലേ, ഫുള്ളി ഹൈബ്രിഡ് ഓട്ടോമാറ്റിക് വാഹനമാണ്, ഏറ്റവും ടോപ്പ് ഉണ്ട്. ഓട്ടോമാറ്റിക്കലി ഇതിന് എത്ര മൈലേജ് ഉണ്ട്? ഹൈബ്രിഡ് കേൾക്കുമ്പോൾ അറൗണ്ട് 20+24 വരെ കിട്ടുന്ന ആളുകളുണ്ട്. ഉണ്ടല്ലേ, 20+22. ഓക്കെ, ഇത്രയും മൈലേജ്. കാര്യമായിട്ടുള്ള മെയിൻ്റനൻസ് ഒന്നും വേണ്ട, സാധാരണ രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു അടിപൊളി വണ്ടി. ഓട്ടോ എത്ര പോയത്? 21,000 കിലോമീറ്റർ. 21. സിംഗിൾ ഓണർഷിപ്പ് തന്നെ? സിംഗിൾ ഓണർഷിപ്പ്, ഫാൻസി നമ്പർ. ഒരു ക്ലെയിമില്ലല്ലോ? ക്ലെയിം ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട്. അതുപോലെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും, ചെറിയ ഹെഡ്ലൈറ്റ് പൊട്ടുണ്ടായിട്ട് ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട്. കമ്പനി തന്നെ. ഓക്കെ, 21,000 കിലോമീറ്റർ ഓടിയ ഏറ്റവും ടോപ്പിന്റെ ഓട്ടോമാറ്റിക് ഹൈറൈഡർ 2023, 26 വരെ കമ്പനി വാറണ്ടി വരുന്ന വാഹനമാണ്. എത്ര കൊടുക്കാം നമുക്ക്? 19,50,000 രൂപ. 19,500. ഇത് അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം എത്ര ഉണ്ടെന്ന് അറിയാം? ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ അന്ന് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴത്തെ കമ്പനിയിലെ വില 25 ലക്ഷം രൂപ അറൗണ്ട് വരും. 25. ഇറങ്ങുമ്പോൾ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ചെറിയ വ്യത്യാസം 24, 23, 24 ബുക്കിംഗുള്ള വണ്ടിയാണ്. വെയിറ്റിംഗ് പീരീഡുള്ള വാഹനമാണ്. ചെറിയ കിലോമീറ്റർ. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോ. അല്ലെങ്കിൽ ഇത് വേണ്ടെങ്കിൽ മറ്റേതുണ്ട്, കാണിച്ചു തരാം. നേരത്തെ കണ്ടത് വടകര, അടുത്തത് അങ്ങ് ആറ്റിങ്ങൽ, തിരുവനന്തപുരം. ഓക്കെ, ഗ്രാൻഡ് വിറ്റാരയാണ്, വൈറ്റ് കളർ. എങ്ങനെ ഡീറ്റെയിൽ? 2022 മോഡൽ ഗ്രാൻഡ് വിറ്റാരൻ്റെ ടോപ്പിൻ്റെ വേരിയൻ്റായ ആൽഫ പ്ലസ് ഫുള്ളി ഹൈബ്രിഡ് ഓട്ടോമാറ്റിക്, അതേപോലെ തന്നെ ഫുള്ളി ഹൈബ്രിഡ്. ഓക്കെ, 22 നേരത്തെ 23 കാണിച്ചത്. ഇത് കിലോമീറ്റർ എത്രയായി? ഇത് കിലോമീറ്റർ 61,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുള്ളി കമ്പനി സർവീസ്. മൈലേജ് പുള്ളി മുതലാക്കിയിട്ടുണ്ട്, എടുത്ത സ്ഥിതിക്ക് മുതലാക്കിയിട്ടുണ്ട്. ഓക്കെ, ഒരു ക്ലെയിം ഒന്നുമില്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല. ഫുൾ സർവീസ് പോയ ഏറ്റവും ടോപ്പിൻ്റെ 2022 ഓട്ടോമാറ്റിക് അല്ല, ഫുൾ ഓട്ടോമാറ്റിക് ഫുള്ളി ഹൈബ്രിഡ്. ഓക്കെ, ഇതിപ്പോൾ എത്രയാ? ഇത് നമുക്ക് 17,60,000 രൂപ. 17,60,000 ഇത് കൊണ്ടുപോകും. ഇത് രണ്ടിന്റെ പ്രൈസ് ഓൺ റോഡ് വ്യത്യാസം ഉണ്ടോ? ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ. കുറച്ചുകൂടി കൂടും അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് ഒരു കിലോമീറ്ററിന്റെ മാറ്റം കൊണ്ടാണ്. പിന്നെ ഇയറും 1 വർഷം കുറവാണ് ഇതിന്. ഡിസംബർ വണ്ടിയാണ്. ഓക്കെ, ലാസ്റ്റ് വണ്ടി. ഓക്കെ, 2 മാസത്തെ വ്യത്യാസം. അതെ, പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ, വർഷം പറയുമ്പോൾ അങ്ങനെയല്ലേ പറയാ. ഓക്കെ, അടുത്ത വണ്ടി കൊടുക്കും. അടുത്തത് ഒരു പ്രീമിയം സെഗ്മെന്റ് ആണ്, മെഴ്സിഡസ് ബെൻസിന്റെ E250 ആയിട്ട് സാമ്യം തോന്നിക്കുന്ന C220 അല്ലേ, C220D. എങ്ങനെയാ? 2015 മോഡല്, 16 രജിസ്ട്രേഷനുള്ള C220D. ഓക്കെ, ന്യൂ ഷേപ്പിൽ ഡബിൾ സൺറൂഫ് വരുന്ന മോഡൽ. ഓക്കെ, ഏറ്റവും ന്യൂ ഷേപ്പാണ്. 15 മോഡൽ, ഏറ്റവും ന്യൂ ഷേപ്പ് അല്ല, അന്നത്തെ ന്യൂ ഷേപ്പ്. 15 മോഡൽ, 16 രജിസ്ട്രേഷൻ. അറിയാണ്ട് പറഞ്ഞതാ. ഓക്കെ, കിലോമീറ്റർ ഓട്ടോ പോയി 85,000 കിലോമീറ്റർ ഓടി. ഫുള്ള് സർവീസ് ഉണ്ടാവും, സർവീസ് ഉള്ള വണ്ടി. ഓക്കെ, കേരള വണ്ടിയാണ്, ഒറിജിനൽ കേരള ആണ്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് അല്ല. ഓക്കെ, എത്ര ഇപ്പോൾ? നമുക്ക് 23,50,000 രൂപ. 23.5 ലക്ഷം. ഇത് അന്ന് ഏകദേശം എത്ര ഉണ്ടെന്ന് അറിയോ അന്ന് ഇറങ്ങുമ്പോൾ? എന്തായാലും ഇപ്പം 70 അടുത്ത് വരുന്നുണ്ട്. അന്നത്തെ എനിക്ക് കറക്റ്റ് അറിയില്ല. ഓക്കെ, ഓക്കെ, 23.5 ലക്ഷം രൂപയ്ക്ക് ഒറിജിനൽ കേരള 2015 മോഡൽ 16 രജിസ്ട്രേഷൻ വരുന്ന C220D നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇതിന് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ്. എത്ര കിട്ടാൻ ചാൻസ് ഉണ്ട് മൈലേജ്? ഒരു 15ന്റെ മുകളിൽ കിട്ടുന്നുണ്ട്. എന്തായാലും കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ, അതാ പറഞ്ഞത്. മെയിൻ്റനൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ് അല്ലേ ബാക്കിയുള്ള ഇതിനെ അപേക്ഷിച്ചിട്ട്. അടുത്ത വണ്ടിയിലോട്ടോ, മഹീന്ദ്ര താർ
യൂസ്ഡ് കാർ പ്രേമികൾക്ക് എന്നും ഇതൊരു വീക്ക്നെസ്സാണ്. യൂസ്ഡ് കാർ എന്നല്ല എല്ലാവർക്കും അല്ലേ. എപ്പോൾ ഇതിന് കാണിച്ചാൽ ഇതൊരു പ്രത്യേക റീച്ചാണ്. വീഡിയോ ഇട്ടാൽ തന്നെ അപ്പോഴും എപ്പോൾ റീച്ചാ വ്യൂസ് കൂടും. അത് റീൽസ് ഇട്ടാലും അതിന് വ്യൂസ് കൂടും. എന്താണെന്നറിയില്ല, യൂത്തിന്റെ ഹരം തന്നെയാണ്. അതെ. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2022 താർ 4x4 ഡീസൽ, ഹാർഡ് ടോപ്പ്, മാനുവൽ. കിലോമീറ്റർ 24,000 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ. വാറണ്ടി ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടാവില്ല, 4 മാസമല്ലേ കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ ഓക്കെ. വേറെ അത്യാവശ്യം ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹാർഡ് ടോപ്പ് ഉണ്ട്. ലെസ്സിൽ 4x4. ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് ലാസ്റ്റ് 15 ലക്ഷം രൂപ കൊടുക്കാം. 15 ലക്ഷത്തിന് ഏറ്റവും ടോപ്പിൻ്റെ മോഡലാണ് 15 ലക്ഷത്തിന് അല്ലേ? ഓക്കെ. നമ്മൾ കുറേ വണ്ടികൾക്ക് ലോൺ മിസ്സായിപ്പോയി. എന്തായാലും കാണിച്ചാലോ ഏകദേശം ഒരു 80% ഒക്കെ കിട്ടൂല്ലോ ലോൺ. ലോണോ? ആ നമ്മൾ കാണിച്ച വണ്ടികൾക്ക് 80% കുറഞ്ഞൊന്നും പറഞ്ഞിട്ടില്ല. നമ്മള് 90% 80% ഇതുവരെ കാണിച്ചിട്ടുള്ളൂ. എല്ലാത്തിനും 80% മോർ ദാൻ കിട്ടും, ലോൺ കിട്ടും. ഓക്കെ. അത് എല്ലാത്തിനും കോമൺ ആയിട്ട് എടുത്ത് പറഞ്ഞു. അതുപോലെ അടുത്ത വണ്ടി കിട്ടും. അടുത്തത് നല്ലൊരു 7 സീറ്റർ, ഒരു കുറേ ലക്ഷറി ഫീച്ചേഴ്സുകളുള്ള ഒരു 7 സീറ്ററാണ്. KL 1 രജിസ്ട്രേഷൻ വരുന്ന കിയയുടെ കാരൻസ് ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? കിയ കാരൻസ് 2022 മോഡല് പ്രസ്റ്റീജ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ്, ഡീസൽ, മാനുവൽ. മിഡിൽ ഓപ്ഷൻ. ഇതിന്റെ മുകളിൽ ലക്ഷറി വരുന്നുണ്ട്. ലക്ഷറി വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ടും പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഇത് വരുന്നുണ്ട്. മറ്റേ പോകുമ്പോൾ സൺറൂഫ് വരും, വെന്റിലേഷൻ സീറ്റ് ഉണ്ടാവും, ഫീച്ചേഴ്സ് കൂടുതലുണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക്, ഡീസൽ മാനുവലാ. മൈലേജ് ഉണ്ടാവില്ല അത്യാവശ്യം. 20 കിലോമീറ്റർ കിട്ടിയിട്ടുണ്ടെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. മൈലേജ് 7 സീറ്ററിൽ 20 കിലോമീറ്റർ മൈലേജ് ഉള്ള വണ്ടി എന്ന് പറഞ്ഞാൽ അതൊരു മുതൽ തന്നെ. അതൊരു മുതലാണ്. എർട്ടിക ഡീസൽ കിട്ടും. എർട്ടിക ഡീസൽ ഏകദേശം 40 കിലോമീറ്റർ കിട്ടും. 19 നിന്നല്ലോ. അത് നിന്നും പോയി. പിന്നെ അത് മാത്രമല്ല ഇത്രയും ഫീച്ചേഴ്സും സേഫ്റ്റിയും ഒന്നും അതിന് കിട്ടൂല അല്ലേ? ഓക്കെ. വേറെ ഇതിൽ വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒരു ക്ലെയിമും ഇല്ല. 52,000 കിലോമീറ്റർ. ഓക്കെ. 52 അല്ല. എത്രയാണ് ഇപ്പോൾ ഇതിന്? നമുക്ക് 14,60,000 രൂപ. 14,60 ഒരു 7 സീറ്റർ ഡീസൽ, നല്ല മൈലേജ് ഉള്ളൊരു 7 സീറ്റർ, ഇത്രയും ഫീച്ചേഴ്സ് വരുന്നൊരു 7 സീറ്റർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ ഒരു 13,13 വരെ എന്തായാലും കയറും. ഓക്കെ. ഒന്നും ചെയ്യാനില്ല. ബാക്ക് റോ നമ്മളെപ്പോഴും പറയാറുണ്ട് വീഡിയോയിൽ, ഇതിൻ്റെ ബാക്ക് റോ നിങ്ങൾ മേടിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല സ്പേസിൽ ഇരുന്ന് പോകാൻ പറ്റിയ ഒരു റോ തന്നെയാണ് ബാക്കിലുള്ളത്. ഓക്കെ. അടുത്ത വണ്ടിയിലോട്ട്. അടുത്തത് ഫോക്സ് വാഗൺ ടൈഗൂൺ ആണ്. KL 5 കോട്ടയം രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2022 മോഡല് ടൈഗൂണിലെ 1 ലിറ്ററിൽ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആയ ടോപ്പ് ലൈൻ ഓട്ടോമാറ്റിക് TSI. ഓക്കെ. ടർബോ എഞ്ചിൻ വരുന്ന വാഹനമാണ്. 1 ലിറ്ററിൽ പെർഫോമൻസ് ഉണ്ടാവും, പേടിക്കണ്ട. പക്ഷേ 1.5ന്റെ അത്ര പോയിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിക്കുള്ള മൈലേജും കിട്ടും. അതാണ് ഗുണം. ഓട്ടോമാറ്റിക് ആണ്. ഇതിൽ 80 ഗിയർ ബോക്സ് ആണ് വരിക. മറ്റേതൊക്കെ പോകുമ്പോഴാണ് 1.5ൽ DSG ഗിയർ ബോക്സ് വരുന്നത്. ഇത് 80 ആണ് വരിക. ടോപ്പ് ലൈൻ ഏറ്റവും ടോപ്പിന്റെ മോഡൽ, സൺറൂഫും സീറ്റ് വെന്റിലേഷൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ. ഇതിന്റെ കിലോമീറ്റർ എത്രയാ? 42,000 കിലോമീറ്റർ. 42,000. ഫുൾ സർവീസ് എല്ലാം സർവീസ് ഒക്കെ പക്കാണ്. പറയാനുള്ളത് ഓണർഷിപ്പ് ഒന്ന് കൂടുതലുണ്ട്. 3 ഓണറായിട്ടുണ്ട്. 3rd ഓണറായി. ഓക്കെ. 3rd ഓണർഷിപ്പ് കിടക്കാണ്. വണ്ടി പക്ക പെർഫെക്റ്റ്. ടയർ ഭാഗമല്ലോ ഓക്കെ, ഒന്നുമില്ല. കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി. ശരി. സെയിം ആളെ പേര് തന്നെ റിലേറ്റീവിന്റെ പേരിലേക്ക് മാറിയതുകൊണ്ട് മാറിയതാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിനിപ്പോൾ എത്ര ചോദിക്കുന്നത്? നമ്മൾ 11,85,000 രൂപ. 11,85 ടോപ്പ് ലൈൻ 2022 മോഡല് ഓട്ടോമാറ്റിക് ടർബോ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. മാക്സിമം ലോൺ കയറും. ഫുൾ ലോൺ ഏകദേശം ഫുൾ ലോൺ കയറുന്നില്ല. ഏകദേശം നല്ല ട്രാക്കുള്ള കസ്റ്റമർക്ക് ഒരു 11.5 ലക്ഷത്തിന് മുകളിൽ കയറും. ഓക്കെ. പുതിയ വണ്ടിക്ക് 20 ലക്ഷത്തിൻ്റെ വില ഉണ്ട്. ഓക്കെ. അടുത്തത് MGയുടെ ഒരു കോമ്പാക്ട് SUV ആണ്. ആസ്ട്ര ആണ്. MG ആസ്ട്ര. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? MG ആസ്ട്ര 2022 മോഡൽ 23 രജിസ്ട്രേഷനിലെ സിംഗിൾ ഓണർ, വെറും 6,000 കിലോമീറ്റർ ഓടിയ ZS. 6,000? ആസ്റ്ററിന്റെ ZS അത് വെറും 6,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്രേ ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ. ലോ കിലോമീറ്റർ വാഹനമാണ്. 2022 വണ്ടി. എന്താ പറയുക, MG പോലും ചിലപ്പോൾ ഉണ്ടാവില്ല. ഓക്കെ. ഇതിന്റെ വാറണ്ടി എത്ര വർഷം വരുന്നത്? ഈ വർഷം 3 വർഷം തന്നെ കൊടുക്കുന്നത്. 2025 ഈ വർഷം ഡിസംബർ വരെ വാറണ്ടി കിട്ടുന്നുണ്ട്. ഓക്കെ. പൊതുവേ MGയുടെ ഒരു സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിന് എൻ്റെ അഭിപ്രായത്തിലൊരു 15 രൂപ ചോടായിട്ട് വരും. അത്രയും വരുന്നുണ്ട്. ഏകദേശം MG ഹെക്ടറല്ലേ പറഞ്ഞത്, ഇതിനൊന്ന് ഒരു 10-12 രൂപ ആറേഞ്ച് വരും. 10,000. ഓക്കെ. ജനറൽ സർവീസിന് ഏകദേശം. ഇതിന് മൈലേജ് എത്ര കിട്ടുന്നുണ്ട്? മൈലേജ് ഒരു 12 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. 12. മാനുവൽ. ഓക്കെ. 2022 ആസ്ട്ര. ഓക്കെ. കിലോമീറ്റർ ഒരു 6,000 ഓടി. 6,000. പ്രൈസ് നമുക്ക് 8,90,000 രൂപ. 8,90,000 ഒരു
കോമ്പാക്ട് SUV സെഗ്മെന്റ് വെറും കിലോമീറ്റർ ലോ ഓടിയിട്ടില്ല. 6000 മാത്രം ഓടിയ ഒരു വണ്ടി കൊണ്ടുപോകാം. ഓക്കെ, MGയുടെ വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ? നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ MG പിന്നെ കിയയിൽ സെൽറ്റോസിങ് എന്ന സാധനം നല്ല രീതിയിൽ രണ്ടും നന്നായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഇത് എന്തുകൊണ്ടാണ് കൂടുതൽ എത്തുന്നതെന്ന് പറയുമ്പോൾ ഡൗട്ട് വേറൊന്നുമല്ല, ഫ്രഷിൽ അത്ര അതാ പറയാം. അല്ല, അത് ഇത്രയും പുതിയ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്, അത് ന്യൂ കാസിൽ ഇറങ്ങുന്നതുകൊണ്ടാണ്. അതെ, അടുത്ത വണ്ടിയിലോട്ടോ. അടുത്തത് ഒരു പ്രീമിയം ഹാഷ് ബാക്ക് സെഗ്മെന്റ് ആണ്. ടാറ്റ അൾട്രോസ് KL 59 കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വരുന്ന വാഹനം. എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ്? 2020 മോഡല് അൾട്രോസിന്റെ വെറും 35,000 കിലോമീറ്റർ ഓടി. 35,000 മാത്രം ഓടിയ 2020 5 വർഷം കൊണ്ടാണ് 35,000 അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന ഒരു വാഹനമാണ്. സേഫ്റ്റി 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയ ഒരു വണ്ടി അല്ലേ? ഓക്കെ, മൈലേജ് എനിക്ക് തോന്നുന്നു ഒരു 11 to 15 ആ റേഞ്ചിൽ കൂട്ടിയാൽ മതി. ഒരു ആവറേജ് 13 ആവറേജ് പിടിച്ചു കൂട്ടാൻ പറ്റും, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ എത്ര നമ്മൾ ചോദിക്കുന്നതിന്? നമ്മൾ എക്സ്ചേഞ്ച് എടുത്ത് അതിന്റെ മുകളിലുള്ള വിലയാണ് നമുക്ക് 4,75,000 രൂപ. 4,75 എക്സ്ചേഞ്ച് ആണല്ലേ? ഓക്കെ, 2020 വണ്ടിയാണ്. 35,000 കിലോമീറ്റർ മാത്രം ഓടിയ നല്ലൊരു നീറ്റ് കുറവാണ്. കറക്റ്റ് സർവീസാണ്. സർവീസ് എല്ലാം പോയിട്ട് ലോണ് മാക്സിമം കിട്ടും. ഒരു 4,00,000 രൂപ എന്തായാലും കിട്ടും. ഒരു 19,000 രൂപ കണ്ടാൽ ഇറക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് വീണ്ടും ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ് തന്നെ ഹ്യുണ്ടായുടെ വെന്യൂ ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2000 ഇതല്ല വണ്ടി. അത് നമ്മൾ ഈ വണ്ടി നമ്മളിപ്പം അഡ്വാൻസ് വാങ്ങി. ഇപ്പം ജിതി നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ടോക്കൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ വണ്ടി നമ്മൾ പാർക്കിംഗ് യാർഡിൽ ഒന്നുണ്ട്. നമ്മൾ വണ്ടി എടുത്ത് കാണിക്കുന്ന സമയം പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതേ സെയിം കണ്ടീഷനിലുള്ള വണ്ടിയാണ്. 2020 ആണ്. 2019 അതിന് ഡീറ്റെയിൽസ് പറയാം നമുക്ക്. ഓക്കെ, 2019. അപ്പോൾ ഇത് ഡെമോ വണ്ടിയാണ്. അതെ, അങ്ങനെ വെച്ചാൽ മതി. 2019 അത് KL2 രജിസ്ട്രേഷൻ. കിലോമീറ്റർ 95,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണറാണ്. കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി. ഡീസലോ പെട്രോളോ? പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ. അതേ ഓപ്ഷൻ തന്നെ. ഫുൾ ഓപ്ഷൻ. സൺറൂഫ് വരുന്ന ഓട്ടോമാറ്റിക് വണ്ടി. പെട്രോൾ ഓട്ടം പോയിട്ടുണ്ടല്ലേ? കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കറക്റ്റ് സർവീസ് ഇതേ കണ്ടീഷൻ തന്നെ ഉണ്ട്. ഓക്കെ, എത്ര കൊടുക്കാതെ? നമുക്കത് 7,65,000 രൂപ കൊടുക്കാം. 7,65,000 കൊടുക്കാം. ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്. 2019 ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വണ്ടി. അതെ. ഓക്കെ, ലോണ് ഫുള്ള് ഏകദേശം 7,00,000 രൂപ എന്തായാലും ലോൺ വാങ്ങി കൊടുക്കാം. 10,000-15,000 രൂപ കൊടുക്കാം, ഇറക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും താല്പര്യമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. അടുത്ത വണ്ടിയിലോട്ട്. അടുത്തത് ഹ്യുണ്ടായുടെ തന്നെ ക്രെറ്റയാണ്. SUV സെഗ്മെന്റ് ആണ്, കോമ്പാക്ട് SUV. എങ്ങനെ ഡീറ്റെയിൽ? 2021 മോഡല് ക്രെറ്റ SX എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ വേരിയന്റ് പെട്രോൾ മാനുവൽ. 2021 മോഡൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ടോപ്പിന്റെ തൊട്ട് താഴെ തന്നെ. ഇതിന്റെ SX ഓപ്ഷൻ ടോപ്പ് വരുന്നതിന് എയർ ബാഗിനാണോ കുറയും. സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവും. സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല. സ്റ്റാർട്ട് വരുന്നുണ്ട്. പാനോറാമിക് സൺറൂഫ് വരുന്നുണ്ട്. അലോയ് വീൽസ് വരുന്നുണ്ട്. എല്ലാം വരും. ഓക്കെ, നല്ല അടിപൊളി സീറ്റ് കവേഴ്സ് ആണ് ചെയ്തത്. പ്രീമിയം ലുക്ക് സീറ്റ് കവേഴ്സ് ആണ്. ലെവലിലാണ്. സിംഗിൾ ഓണറാണ്. ഓക്കെ, ഓട്ടോ എത്ര? വെറും 25,000. 21 മോഡലിൽ 25,000 മാത്രമേ ഉള്ളൂ. കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക്കാ പറഞ്ഞ? മാനുവൽ ആണ് അല്ല? മാനുവൽ ക്രെറ്റ പെട്രോൾ മാനുവൽ. ഓക്കെ, എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? നമുക്ക് 12,70,000 രൂപ കൊടുക്കാം. 12,70,000 അല്ല? 21 മോഡൽ ലോ കിലോമീറ്റർ ക്രെറ്റ SX എക്സിക്യൂട്ടീവ് ഓപ്ഷൻ വരുന്ന വാഹനമാണ്. ഒരു ക്ലെയിം ഒന്നുമില്ല. ഓക്കെ, ലോൺ ഒരു 11,500 കിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. അടുത്തത് മാരുതി സുസുക്കിയുടെ ഒരു 6 സീറ്റർ വാഹനമാണ്. XL6. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? 2022 മോഡൽ XL6ന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് അൽഫ പ്ലസ് ഓട്ടോമാറ്റിക് 2022 മോഡൽ. ഓക്കെ, കിലോമീറ്റർ 22,000 കിലോമീറ്റർ. ഓക്കെ, എർട്ടിഗന്റെ സെയിം പ്ലാറ്റ്ഫോം സെയിം മൈലേജ് തന്നെ ആയിരിക്കും ഏകദേശം കിട്ടുക. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. ക്ലീൻ പീസ് വണ്ടി. ടോപ്പിന്റെ വാഹനമാണ്. ഓക്കെ, എത്ര അപ്പോൾ? 11,50,000 രൂപ. 2022 ടോപ്പൻ അല്ലേ? 11.5 ലക്ഷത്തിന് ഈ ഒരു 6 സീറ്റർ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണ് ഫുള്ള് കയറും. ലോൺ നമുക്കൊരു 11 വരെ നമുക്ക് കൊടുക്കാം. 10,15 വരെ. 10,15. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. ഹ്യുണ്ടായ് വെർണയാണ് അടുത്ത വാഹനം. KL 16 ആറ്റിങ്ങൽ രജിസ്ട്രേഷൻ ആണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2019 മോഡല് വെർണ. പിന്നെ ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക്കിൽ ഒരു 15-16 മൈലേജ് കിട്ടും. 16 മുകളിൽ കിട്ടുന്നുണ്ട്. കിലോമീറ്റർ 58-60 അടുത്ത് അല്ലേ? ഫുൾ ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. 2019 ഡീസൽ ഓട്ടോമാറ്റിക്. എത്ര കൊടുക്കാം നമുക്ക്? 9,70,000 രൂപ കൊടുക്കാം. 9,70,000 അല്ലേ? ഒരു നോർമൽ ഓട്ടോ പോയിട്ടുള്ളൂ, വലിയ കൂടിയ ഓട്ടോ ഒന്നും പോയിട്ടില്ല. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് സെഡാനാണ് അല്ലേ? ഓക്കെ, താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. ലോൺ എത്ര കയറിയില്ല?
9 ലക്ഷം രൂപ നമുക്ക് ലോൺ കൊടുക്കാം. കിട്ടും. ഓക്കെ. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ്, ഒരു പ്രീമിയം സെഗ്മെന്റ് തന്നെ നിർത്താം. BMW 520D ആണ് അല്ലേ? എങ്ങനെ ഡീറ്റെയിൽ? 2013 മോഡൽ 14 രജിസ്ട്രേഷൻ. ഓക്കെ. സെക്കൻഡ് ഓണർ. ഒരു ഹൈലൈറ്റ് വരുന്നത് കിലോമീറ്റർ വെറും 35,000 ഓടിയിട്ടുള്ളൂ എന്നുള്ളതാണ്. അത് ഫുൾ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി. പ്രോപ്പർ പീരിയോഡിക് സർവീസ് പോയിട്ടുണ്ട്. അതെ, പോയിട്ടുണ്ട്. ഓക്കെ. ഒരു ക്ലെയിം ഒന്നുമില്ലല്ലോ? ക്ലെയിം ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. 13 മോഡൽ 14 രജിസ്ട്രേഷൻ. ടോപ്പിന്റെ ഇത് ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. ഓക്കെ. വേറെ ക്ലെയിം ഒന്നും ഇല്ലാത്ത ഒരു പ്രീമിയം സെഗ്മെന്റ് കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. എത്ര കൊടുക്കാം നമുക്ക്? 19 ലക്ഷം രൂപ കൊടുക്കാം. 19 ലക്ഷത്തിന് ഒരു 5 സീരീസ് കൊണ്ടുപോകാം. അതെ, വേണമെങ്കിൽ നിങ്ങൾക്ക് ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാം, മാറ്റിയിട്ട് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാം. ഒറിജിനൽ കേരള വണ്ടി 19 ലക്ഷം രൂപ ഫൈനൽ റേറ്റ്. അതിനുകൊണ്ടോ ലോൺ എത്ര കയറില്ല? ലോൺ നമുക്ക് മോഡൽ പറഞ്ഞ വണ്ടി ആയതുകൊണ്ട് എന്തായാലും 10-12 രൂപ എന്തായാലും കയറും, കിട്ടും. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എന്തായാലും തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻസ് രേഖപ്പെടുത്തുക. എന്ത് തന്നെയാലും എല്ലാം നമ്മൾ വായിച്ചിട്ട് മുന്നോട്ട്. കമൻസ് എല്ലാവരും രേഖപ്പെടുത്തുക. നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ പഠിക്കാനുണ്ടാവും, നമ്മളെല്ലാം വായിക്കുന്നതായിരിക്കും. അതേപോലെ കഴിഞ്ഞ കമൻസിൽ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. സ്ഥിരമായിട്ട് നമുക്ക് കമന്റ് ഇടുന്ന ഒരാളുണ്ട്, ഞങ്ങൾ എല്ലാ വീഡിയോ കൊണ്ട് ഞാൻ മോനിഷ് തോമസ് അങ്ങനെ നാളെ പേരുന്നു. കാരണം നമുക്ക് നല്ല കമന്റ് 2 കമന്റ് ഇട്ടുണ്ടായിരുന്നു. അതിൽ പുള്ളിൻ്റെ അതൊക്കെ ജിനിയൻ കമന്റാണ്. അതൊക്കെ വെച്ചാൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു വണ്ടിക്ക് താറിന് വില കൂടുതൽ പറഞ്ഞിട്ടു, ജിനിയൻ ആയിരുന്നു. നമ്മളത് വന്നിട്ടുള്ളായിരുന്നു, നമ്മളെ വണ്ടി കൊടുക്കുകയും ചെയ്തിരുന്നു. അതേപോലത്തെ കമന്റ് നമുക്ക് സ്വാഗതാർഹമാണ്. അപ്പോൾ സത്യത്തിൽ ഈ മോനിഷ് പുള്ളി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പുള്ളിയുടെ നമ്പർ ഒന്ന് കിട്ടുകയാണെങ്കിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യാനും ഒന്ന് കാണാൻ നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാനും ഇഷ്ടമുണ്ട്. കാരണം ജിനിയൻ കമന്റ്സ് ആണ്. അതേപോലത്തെ കമന്റ്സ് ആണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. വിമർശിക്കുന്നത് നമുക്കത് പോസിറ്റീവായിട്ട് എടുത്ത് നമുക്ക് മാറ്റങ്ങൾ വരുത്താം, ശ്രദ്ധിക്കാൻ പറ്റും. അതൊക്കെ ജിനിയൻ ആണ്. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ എന്നത്തെ പോലെ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുക. എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു. ബൈ.